ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു, എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങൾ പോകുന്നതും. അപ്പോൾ ഇന്ന് ഞാൻ ജാനുവരി 1 എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ജാനുവരി 2 ആവും കേട്ടോ, കാരണം എഡിറ്റ് ചെയ്യണ്ടേ, ഞാൻ റോബോട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ തുടക്കം തന്നെ ഞാൻ ഭയങ്കര കരഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ വന്നു. അത് ഒരു 10 ആയപ്പോൾ ഞാൻ കരഞ്ഞ്, അവിടെ ഒരു 12:45 വരെ കരഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ മനസ്സുകൊണ്ട് തളർന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് ഗൈസ്. അമ്പലത്തിൽ പോയി തൊഴുത് കുറച്ച് പോസിറ്റീവ് എനർജി ആവാഹിച്ചെടുത്ത് അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി, കാരണം എനിക്ക് പണിയുണ്ട്, ജോലിയും കൂലിയും ഇല്ലാതിരിക്കുമല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ പണിക്ക് ഇരിക്കാമെന്ന് വിചാരിച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഗൈസ്. ഒന്നും പറയണ്ടങ്ങ് രാവിലെ അങ്ങ് എന്തുവായിരുന്നു, എനിക്കങ്ങ് ഭ്രാന്ത് പിടിച്ച്. അപ്പോൾ ഇന്ന് എനിക്ക് ഷൂട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ തുടക്കം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം ഗൈസ്, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഷൂട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് രാത്രി പുറത്തിറങ്ങിയല്ല പോലീസിനെ ഇടിയിട്ടിയാലോ എന്ന് വിചാരിച്ച് പോയില്ല ഗൈസ്. അതുകൊണ്ട് സമയത്ത് ഞാൻ വെച്ചിരുന്ന് അച്ഛൻ എന്നെ കൊണ്ടുപോയേട്ടാ, ഇനി ജ്വല്ലറി എടുക്കണമായിരുന്നേ. അങ്ങനെ ജ്വല്ലറി എടുക്കാനായിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ എനിക്കറിയാവുന്ന ഒരു ചേച്ചിയുടെ ഷോപ്പിലാണ് കേട്ടോ പോയത്. അപ്പോൾ പള്ളിമുക്ക് നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കറിയാം, പള്ളിമുക്കൊക്കെ സ്വർഗം. നമുക്ക് പള്ളിമുക്കെന്ന് പേര് വരാൻ കാരണം ഈ പള്ളിയാണെങ്കിൽ താജ്മഹൽ ഇരിക്കുന്ന പള്ളിയാണ്. അപ്പോൾ അവിടെ പാലം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പം പള്ളിമുക്കിൽ തന്നെയാണ് ചേച്ചിയുടെ കട, സിബോറ റെൻ്റൽസ് എന്നാണ് കേട്ടോ. എൻ്റെ പൊന്നു ഗൈസ്, ഞാൻ പോയിട്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കും. എനിക്ക് എന്തോ എടുക്കണമെന്ന് അറിയാൻ വയ്യായിരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര കിടന്ന് ഓടുമായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ കയ്യിലൊരു റെഫറൻസ് ഉണ്ടായിരുന്നു ഗൈസ്. റെഫറൻസ് ആ ചേച്ചിമാരെ കയ്യിൽ കൊടുത്തപ്പോൾ ആ ചേച്ചിമാർ എൻ്റെ വെപ്രാളം കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് 2-3 അങ്ങ് എടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫിക്സ് ചെയ്തത്. ഞാൻ ഇടുന്നത് ഒരു ഗോൾഡൻ ലെഹങ്കയാണ്. അപ്പം എന്നിട്ട് എൻ്റെ പൊന്നു ഗൈസ് എടുത്ത കളക്ഷനൊക്കെ കണ്ടെൻ്റെ ഞാൻ കരഞ്ഞു പോയി. അത്രയ്ക്ക് എന്തൊരു കിടിലാന്നറിയാമോ ഇവിടുത്തെ കളക്ഷൻ. ഈ ചേച്ചി എവിടെ നിന്നാണോ എന്തോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് അപ്പോഴത്തേക്ക് ഓൾറെഡി മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറിൽ എഴുതി വെക്കണം കേരളത്തിൽ, അത്രയ്ക്ക് ചൂടാണ്, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി വന്ന് ഹെയർ ചെയ്ത് ഒന്നും എടുക്കാൻ പറ്റിയില്ല, സ്ലേറ്റ് ആയ ചേച്ചി വന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ എനിക്ക് ഞാൻ തടിയുള്ളവരെ കുറ്റം പറയുമല്ല, എനിക്ക് തടി വയ്ക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല തടി വയ്ക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് തടിയുണ്ട്, തിന്നിട്ടാണ് തടി. അപ്പം ഞാൻ കുറച്ച് പോർഷനൊക്കെ കുറച്ചപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ച് കണക്ക് തോന്നത്തില്ല. പക്ഷെ ഞാൻ 2 കലം ചോറിരുന്ന് കഴിക്കുമായിരുന്നു. അതിനകത്ത് ഞാൻ 1 കലത്തിലേക്ക് മാറി. ഇനി ആ കലത്തിൽ നിന്ന് കുറച്ച് വരണം, പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ചോറും രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ എനിക്ക് ഒരു 2-3 ആഴ്ചത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത് മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി എനിക്ക് അറിയാവുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി വരാൻ ലേറ്റായി. പിന്നെ ഞാനും ചേച്ചിയും, പിന്നെ ആര് വന്നാലും പ്രത്യേകിച്ച് ചേച്ചി വന്നാൽ എൻ്റെ പൊന്നു പിള്ളേരെ പിന്നെ നമ്മളങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ 1 വർഷമായി ഗൈസ് ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് കുറേ വിശേഷങ്ങൾ പറയാൻ കാണും. അങ്ങനെ പറഞ്ഞ് സമയം മൊത്തം പോയി ഗൈസ്. അപ്പോഴത്തേക്കും ഓൾറെഡി ചേച്ചി മറ്റേ ഫോട്ടോഗ്രാഫറിൻ്റെ വൈഫുണ്ട്, 2 പേരും ഉണ്ട് കേട്ടോ. അവർ 2 പേരും ഫോട്ടോഗ്രാഫി ടീമിലുള്ള എൻ്റെ മുന്നേ ഷൂട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അറിയാവുന്നവരായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാര്യം പറഞ്ഞ് കുറേ സമയം അങ്ങനെ അങ്ങ് പോയി ഗൈസ്. എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടെന്നറിയാമോ ഈ മേക്കപ്പ്. അല്ലെങ്കിൽ ശരണ ചേച്ചി ചെയ്യുന്ന മേക്കപ്പ് കിടിലമാണ്. പിന്നെ ജ്വല്ലറി എല്ലാം കൂടെ വന്ന്. പക്ഷേ ഇതൊന്നും നമ്മൾ നമ്മൾ ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ അവർ ചൂരെല്ലാം അടിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ഡെഡിക്കേറ്റഡാണെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഷൂട്ടിന് പോകുന്ന വഴിക്ക് ലാപ്ടോപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഗൈസ് ലുക്ക്. എൻ്റെ പൊന്ന് ഗൈസ്, ഇതാണ് ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന് ഇട്ടത് കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെ അല്ല, എനിക്കിപ്പോൾ റിഗ്രഷൻ തോന്നുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ഷൂട്ട്, കുറേ നാൾക്ക് ശേഷമുള്ള ആദ്യത്തെ ഷൂട്ടാണ് ഗൈസ്. ഇവിടെയാണോ ലൈറ്റ്? ഇതാടോ കിടിലോ, സൂപ്പർ ലൈറ്റ് അല്ലേ? എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്? കാണിക്കുക. ഇവിടെ ഇങ്ങോട്ട് നിൽക്കും മോനെ. ശരി ഗൈസ്, ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തിട്ട് വരാം. പിന്നെ അങ്ങോട്ട് ഗൈസ് എന്തോ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല.
ആ ചേട്ടനും ചേച്ചിക്കും വട്ടായി, എനിക്കും വട്ടായി. കാരണം കിടിലം ഫോട്ടോസാണ് കിട്ടിയത്. ഈ പറയുന്ന എല്ലാ ഫോട്ടോസും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കണം. കിടിലാണ് കിടിലം. മുടി അങ്ങനെയാണോ ചെയ്യുന്ന? ഇത് ഈ വ്ലോഗ് കാണുന്ന ശരണ്യ ചേച്ചി. പുഴിക്കര അമ്പലത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. പുഴിക്കര അമ്പലം വലിയ അമ്പലമാണല്ലോ, നമുക്ക് ബാക്കിലൊക്കെ എടുക്കാമല്ലോ. പക്ഷെ നമ്മൾ ഈ കുളത്തിൻ്റെ അവിടെ മാത്രം നിന്നാണ് എടുത്തത്. മറ്റേ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണത്തില്ലേ, തമിഴ് സ്റ്റൈല്, എന്താ പറയുക, തമിഴ് സ്റ്റൈല് ഫോട്ടോസൊക്കെ കിട്ടത്തില്ലേ, നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തതാണ് ഗൈസ്. കിടില ഫോട്ടോ, കിടില ഫ്രെയിംസ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. തുടക്കം തന്നെ ഇങ്ങനെ ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ആദ്യം കരഞ്ഞെങ്കിലും ഗൈസ് ഇതാണ് എൻ്റെ സന്തോഷം. ഇനി എൻ്റെ കുറച്ച് വണ്ണം കുറയ്ക്കണം ഗൈസ്. അത് പെട്ടെന്ന് കുറയും, ഞാനൊന്ന് മനസ്സിരുത്തിയാൽ കുറയും. പക്ഷേ ഫ്രണ്ടിൽ കുറച്ച് ചോറും കുറച്ച് മീൻകറിയും കൊണ്ടുവന്ന് വെച്ചാൽ എൻ്റെ മനസ്സിപ്പോൾ തളരും. ഇപ്പം തളരത്തില്ല, തളരുമായിരുന്നു. ഇപ്പം എൻ്റെ മൈൻഡിനെ ഞാൻ സ്ട്രോങ് ആക്കും. അങ്ങനെ ആ ചേച്ചിയും ചേട്ടനും കുറേ ഫോട്ടോസ് എടുത്ത് അവർക്ക് തന്നെ മടുത്തില്ല. എനിക്കാണെങ്കിൽ ഫോട്ടോ കാണുമ്പോൾ തന്നെ എനിക്ക് പിന്നെയും എടുക്കാൻ തോന്നും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എനിക്കിപ്പോൾ റിഗ്രഷൻ തോന്നി, ചേച്ചിയുടെ കല്യാണത്തിന് ഇങ്ങനെ ഒരുങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ ഫുള്ള് മറ്റേ ഗോൾഡ് ഓർണമെൻറ്റ്സാണ് ഞാൻ അന്ന് ഇട്ടത്. പക്ഷേ അന്നത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഫുള്ള് മറ്റേ ഇങ്ങനെ കോൺട്രാസ്റ്റ് ഗ്രീൻ വരുന്നത് കുറച്ചും കൂടെ കോമൺ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടില്ല ഗൈസ്. പക്ഷേ ഈ ഒരു ഗ്രീൻ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഇപ്പോൾ സംഭവിച്ചേ, നമ്മളതിനെപ്പറ്റി ചിന്തിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഷോളൊക്കെ ഇങ്ങനെ ഷോളല്ല, എന്തോ സാരി പോലെ വരുന്നത് ഇങ്ങനെ ഡ്രേപ്പ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. പിന്നെ മുടി ഇങ്ങനെ കെട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് പോയി. കുഴപ്പമില്ല, അന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഗൈസ്, നല്ലതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഓർണമെൻറ്റ്സിൻ്റെയും ഫോട്ടോഗ്രാഫിയുടെയും കോസ്റ്റ്യൂമിൻ്റെയും എല്ലാവരുടെയും അക്കൗണ്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. എല്ലാവരും മേക്കപ്പും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ശരി, ബൈ.